അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ദൈവം നമുക്ക് നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ നിന്ന് തന്നെ ഒരു വചനം കൂടെ വായിക്കാം. 33 അധ്യായം എടുത്ത് നിങ്ങൾ ദൈവസാന്നിധ്യത്തെക്കുറിച്ചല്ലേ നമ്മൾ കേട്ടത്. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശെ ആഗ്രഹിച്ചത് എന്താണ്? ദൈവസാന്നിധ്യമാണ്. ആ പാരഗ്രാഫിൻ്റെ ഒടുവിലത്തെ വാക്യം 16ാമത്തെ വാക്യം. ഒടുവിലത്തെ സന്ദർഭം ശ്രദ്ധിച്ചോളണം. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവർ ആയിരിക്കും. ആദ്യം നമ്മൾ കേട്ട വചനം നിങ്ങളൊന്ന് പറഞ്ഞ് ദൈവസാന്നിധ്യം കൂടെ പോനോന്നല്ലേ മോശെ ആവശ്യപ്പെട്ടത്. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്പർ 1, ഒരു കാര്യം മാത്രമേ പറയാൻ സമയമുള്ളൂ. ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാമും നമ്മുടെ കൂടെയുള്ളവരും ഭൂതലത്തിലുള്ള സകല ജനങ്ങളിലും വെച്ച് വിശേഷതയുള്ളവരാണ്. ആർക്കും ഉറക്കമൊന്നും മഞ്ഞില്ലല്ലോ. അടുത്തൊരു 10-20 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രമാണമായിട്ട് വചനം കേൾക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മെമ്മറി ഇതൊക്കെ നമുക്ക് സാധാരണ അതിനോട് പൊരുത്തപ്പെട്ട് വരാൻ പരിമിതിയുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുക. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവ സാന്നിധ്യം നമ്മെ വിശേഷതയുള്ളവരാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും പറയുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചത് ആരാണെന്നറിയാമോ? ആദമാണ്. ദൈവ സാന്നിധ്യം എന്നുള്ളൊരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ ദൈവം തന്റെ ഛായയിൽ ആദമിനെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട ആദാം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. നമ്മളൊന്ന് ഭാവന കണ്ടു. ആദ്യമായിട്ട് കണ്ണു തുറന്ന് കാണുന്നത് ദൈവത്തെ. കണ്ടച്ച ദൈവം പോവുകയല്ല ചെയ്തത്, ദൈവം അവിടെ നിന്നു. അപ്പം മനുഷ്യൻ ആദ്യമായിട്ടുണ്ടായ സാന്നിധ്യം ഏത് സാന്നിധ്യമാണ്? ദൈവത്തിന്റെ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യമാണ് ആദമനെ മികച്ചവനാക്കിയത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവർക്കും ആദമിട്ട പേരായത്. ആദാമിന്റെ മുമ്പിലൂടെ ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, എല്ലാ ദിവസവും വെയിലാകുമ്പോൾ തോട്ടത്തിൽ വരുന്ന ആ ദൈവം, ആദമും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ അങ്ങ് പോവുകയാണ്. മറ്റ് ജീവജാലങ്ങളെയെല്ലാം ആദാമിന്റെ മുമ്പിലൂടെ ദൈവം കടത്തിവിട്ടുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആദം അങ്ങനെ ഇരിക്കുകയാണ്. ആദം ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാം അങ്ങനെ പോകുന്നത്. ഓരോന്നിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഇന്നതുപോലെ പേർ വിളിക്കണമെന്ന് ദൈവം ഒരു ലിസ്റ്റൊന്നും തയ്യാറാക്കി കൊടുത്തില്ല. കൊടുത്തിട്ടുണ്ടോ? ലിസ്റ്റ് കൊടുത്തിട്ട് ലിസ്റ്റ് ഒത്തു നോക്കിയിട്ട് ലിസ്റ്റും പ്രകാരമുള്ളത് ഇതാ വരുന്നു, ഇന്ന പേര്. ഒന്നുമല്ല, ഒരു ലിസ്റ്റും ദൈവം കൊടുത്തില്ല. ഒന്നിൻ്റെയും